അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കർവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. സുധീര, ഈ 21-ാമത്തെ ശ്ലോകമല്ലേ? അതെ, 21. 87-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം. ദുരധിഗമാത്മതത്വനിഗമായ തവ തതനോ ചരിതമഹാമൃതാബ്ധിപരിവർത്തപരിശ്രമണ ന പരിരക്ഷന്തി കേചിദപവർഗമപീശ്വരതേ തരണഫരോജഹംഫ കുലഭംഗവിസൃഷ്ടഗൃഹാഹം. ദുരധിഗമ ആത്മതത്വ നിഗമായ. ദുരധിഗമം അധിഗമം ചെയ്യുക, പ്രാപിക്കുക, അറിയുക എന്നർത്ഥം. അങ്ങനെ അറിയാൻ വിഷമമുള്ള ദുരധിഗമമായ ദുഃഖേന അധിഗന്തും ശക്യം. വിഷമിച്ചു മാത്രം അറിയാൻ പറ്റുന്നതാണ് ദുരധിഗമം. ദുരധിഗമമായ ആത്മതത്വം. ആത്മതത്വത്തെ അറിയുവാൻ അത്ര എളുപ്പമല്ല. അത് ദുരധിഗമമാണ്, അനധിഗമമല്ല. പറ്റില്ല എന്നല്ല, അറിയാൻ വിഷമമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിഷമിച്ചേ അറിയാൻ പറ്റുള്ളൂ. അനായാസേന ഓടിക്കേറി ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞു വരാം എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദുരധിഗമ ആത്മതത്വ നിഗമായ അറിയിക്കാൻ വേണ്ടി. നിശേഷേണ ഗമിപ്പിക്കലാണ് നിഗമം. വേദം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. നിഗമായ അറിയിക്കുവാൻ വേണ്ടി. ദുരധിഗമ ആത്മതത്വ നിഗമായ. സാധാരണക്കാർക്ക് പോലും എത്തിപ്പെടാൻ വിഷമമുള്ള ആത്മതത്വത്തെ അറിയിക്കാനായിക്കൊണ്ട് തവ ആത്തതനോഹു തവ അങ്ങയുടെ ആത്തം സ്വീകൃതം സ്വീകരിച്ച തനു ശരീരം. അതിനുവേണ്ടി അങ്ങ് ശരീരം സ്വീകരിച്ച് അവതാരങ്ങളായി ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ അവതാരങ്ങളിലും കൂടി ദുരധിഗമമായ ആത്മതത്വത്തെ ഞങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിക്കുന്നത് മുഴുവനും. തവ ആത്തതനുമായ അങ്ങയുടെ. അപ്പൊ ദുരധിഗമമായ ആത്മതത്വത്തെ അറിയിക്കാനായി ശരീരം സ്വീകരിച്ചവനായ അങ്ങയുടെ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ. ചരിത മഹാമൃതാബ്ധി, അങ്ങയുടെ ചരിതമാകുന്ന, അങ്ങയുടെ കഥയാകുന്ന മഹത്തായ അമൃതസമുദ്രത്തിൽ, ചരിത മഹാമൃതാബ്ധിയിൽ പരിവർത്തനം ചെയ്യുക. അതിൽ ഇറങ്ങി സഞ്ചരിച്ചു പോകുന്നവർക്ക് പരിശ്രമണാഹ, മറ്റുള്ള ശ്രമങ്ങളെ ഉപേക്ഷിച്ചവർ. അതാണ് പരിശ്രമണം എന്നാണ് വാക്ക്. ഉപേക്ഷിക്കാതെ. എന്തിനെ ഉപേക്ഷിച്ചു? മറ്റുള്ളവകളെ. മറ്റുള്ള ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചവരായ ജനങ്ങൾ. ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് 3 മാർഗങ്ങളാണ്: ജ്ഞാനം, കർമ്മം, ഭക്തി. ഭക്തി അങ്ങയുടെ കഥാമൃതം വീണ്ടും വീണ്ടും കേട്ട് ലയിച്ച് അതിലേക്ക് ഇറങ്ങി സഞ്ചരിച്ചു പോകുന്നവരാണ് ഭക്തന്മാർ. അവർക്ക് മറ്റ് 2 ഉപേക്ഷിക്കും. അവർക്ക് കർമ്മവും വേണ്ട, ജ്ഞാനവും വേണ്ട. പരിശ്രമണന്മാരാണ് അവർ. ചരിത മഹാമൃത അബ്ധി പരിവർത്ത പരിശ്രമണാഹ. അങ്ങയുടെ ചരിതമാകുന്ന മഹാമൃതമായ ഈ സമുദ്രത്തിൽ പരിവർത്തനം ചെയ്തതുകൊണ്ട് പരിശ്രമണാഹ, മറ്റുള്ളതിനെ ഉപേക്ഷിച്ചവരായ, മറ്റുള്ള യത്നങ്ങൾ വേണ്ടെന്ന് വെച്ചവരായ. ന പരിലഷന്തി കേചിത് ചിലർ. ന പരിലഷന്തി ആഗ്രഹിക്കുന്നില്ല. പരിലഷന്തി ആഗ്രഹിക്കുക,
ന പരിലഷന്തി ആഗ്രഹിക്കുന്നില്ല. അപവർഗമപി ഈശ്വര, ഹേ ഈശ്വര, കേചിത് അപവർഗമപി ന പരിലഷന്തി, മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല, ഭക്തി മാത്രം മതി. അങ്ങയുടെ കഥയാകുന്ന അമതരഫത്തിൽ മുങ്ങിക്കുളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ മറ്റൊന്നും ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ മോക്ഷം തരാന്ന് പറഞ്ഞാൽ ഹേ എനിക്ക് ഇതിൽ കിടന്നിങ്ങനെ ഈ അനുഭൂതി അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നവരാണ് ഭക്തന്മാർ. കേചിത് ന പരിരക്ഷന്തി അപവർഗമപി ഈശ്വര തേ, അങ്ങയുടെ ചരണഫരോജ ഹംസ കുല ഫംഗ വിസൃഷ്ടഗൃഹാഹ, അങ്ങയുടെ ചരണമാകുന്ന ഫരോജം, പാദപങ്കജം, ആ പാദപങ്കജത്തിൽ ഇരിക്കുന്ന ഹംസങ്ങൾ, പാദപങ്കജത്തിലെ ഹംസങ്ങളുടെ കുലം, അതിനോടുള്ള ഫംഗം ചേർച്ച കൊണ്ട് വിസൃഷ്ടഗൃഹാഹ, വീടുകളൊക്കെ ഉപേക്ഷിച്ചവരാണ്. താമരയിൽ ഹംസങ്ങൾ രമിക്കുന്നത് പോലെയാണ് അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഈ ഭക്തന്മാർ രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരെ വിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. പൊയ്ക്കോളൂ, ഭക്തി കഴിഞ്ഞു, നിങ്ങൾ നീ മോക്ഷത്തിലേക്ക് പൊയ്ക്കോളൂ, ഹേയ് ഞങ്ങളില്ല, ഞങ്ങൾക്കിത് മാത്രം മതി. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ അപ്പം എത്രത്തോളമാണ് വേദസ്തുതിയിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തു നോക്കൂ. ജ്ഞാനത്തെക്കാളുപരി ഉത്കൃഷ്ടമായൊരു പദവിയിലേക്ക് ഭക്തിയെ കൊണ്ടുവച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ചാണ് ധരിച്ചു വെച്ചത്. സത്യമാണ്. പക്ഷെ വേദം, ഭാഗവതത്തിൽ വേദവ്യാസൻ വേദത്തെ കൊണ്ട് സ്തുതിക്കുന്നതും ഭക്തിസ്വരൂപമായ പരമാത്മബോധത്തെയാണ് സ്തുതിക്കുന്നത്. എത്ര എത്ര സുന്ദരമാക്കിയാണ് ഭക്തിയെ ഇവിടെ ആവിഷ്കരിക്കുന്നത്. ജ്ഞാനത്തിനേക്കാൾ കർമ്മത്തിനേക്കാൾ ഉത്കൃഷ്ടമായൊരു സ്ഥാനമാണ് ഭക്തിക്ക്. അത് തന്നെയല്ലേ പ്രഹ്ലാദനും ചോദിച്ചത്. കഥാമൃത പാഥോധോ വിഹരന്തോ മഹാമുദ കുർവന്തി കൃതിന കേചിത് ചതുർവർഗം തൃണോപമം. ധർമാർത്ഥകാമോക്ഷങ്ങൾ എന്ന 4 പുല്ലുപോലെയാണ്. അങ്ങയുടെ പാതാരവിന്ദത്തിൽ രമിച്ചു കഴിയുന്ന ഒരാൾക്ക് ഇത് പുല്ലുപോലെ നിസ്സാരമായി തള്ളിക്കളയുന്നു. അപ്പൊ പരമപ്രധാനം എന്ത് തന്നെയാണ്? ഭക്തി തന്നെയാണ് എന്ന് ഭാഗവതം ഉറപ്പിക്കുകയാണ്. ഇപ്പൊ ഭാഗവതത്തിലെ ദശമസ്കന്ധം തീരുമ്പോൾ ഭക്തിയുടെ ആ കഥാമൃതമാകുന്ന പാരമ്യതയിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സജ്ജനങ്ങളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വ്യാസൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ തന്നെ നിൽക്കട്ടെ, അത് അനുഭവിച്ച് 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 അവിടെ തന്നെ നിൽക്കട്ടെ. ഇതാണ് ഭക്തിയുടെ പരമമായ ഒരു മഹാത്മ്യം. അതുകൊണ്ട് വാസ്തവത്തിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ കഴിഞ്ഞ് 5ാമതൊരു പുരുഷാർത്ഥം കൂടി വേണം എന്നാണ് ഇവർ പറയുക. ഏതാണത്? ഭക്തി എന്നുള്ളത് പുരുഷാർത്ഥമാണ്. പഞ്ചമോ പുരുഷാർത്ഥ ഭക്തിരേവ. 5ാമത്തെ പുരുഷാർത്ഥം. നമ്മൾ 4 കേട്ടുള്ളൂ. ഇതിപ്പോ മോക്ഷം കഴിഞ്ഞ് ഭക്തിയും കൂടി ഇതിനകത്ത് വയ്ക്കുക. അതാണ് ഭാഗവതം ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹത്തായ തത്വാർത്ഥ കഥനം. ധർമ്മം അർത്ഥം കാമ മോക്ഷം 4 പുരുഷാർത്ഥങ്ങളെയും ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്തി അനിർവചനീയമായ 5ാമത്തെ ഒരു പുരുഷാർത്ഥം തന്നെയാണ്. അത്രയ്ക്ക് ഗൗരവമുള്ളതാണ്. പ്രയത്നം കൂടാതെ കഥാശ്രവണം കൊണ്ട് മാത്രം സിദ്ധിക്കാവുന്നതാണ് ഭക്തി എന്നാണ് ഈ വേദസ്തുതി താല്പര്യം. ബാക്കിയൊക്കെ നല്ല പ്രയത്നം വേണം. അതുകൊണ്ടാണ് പരിശ്രമണാഹ. ബാക്കിയൊക്കെ ഉപേക്ഷിക്കും. ജനങ്ങളൊക്കെ അങ്ങനെയല്ലേ. അനായാസമായിട്ടൊരു കാര്യം കിട്ടാമെന്നിരിക്കെ പ്രയത്നിച്ച് കിട്ടുന്നൊക്കെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും, വേണ്ടെന്ന് വെക്കും. ഇതല്ലേ എളുപ്പം കിട്ടാൻ പറ്റുന്നത്. ഏത് കാലത്തെയും ജനങ്ങളുടെ ചിന്ത എവിടെയാണ്? ഇത് അവരുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാര ലീലകൾ വീണ്ടും വീണ്ടും കേട്ട് പാടി 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 ആ സുധാസമുദ്രത്തിൽ ഇറങ്ങി ആവോളം കുളിച്ച് രമിച്ചു നിൽക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് തിരിച്ചു പോരാൻ മനസ്സ് വരില്ല.
അവരെ വിഷയവ്യാപാര നിമിത്തം ഉണ്ടായ സകല ദുഃഖങ്ങളെയും അവരുപേക്ഷിച്ചു കഴിഞ്ഞു. അവർക്കിനി ഒറ്റ രസം മാത്രമേ ഉള്ളൂ, ഈ ഭക്തി മാത്രം. രാഗദ്വേഷങ്ങൾ, കോപങ്ങൾ ഒന്നുമില്ല. അങ്ങയുടെ പാദങ്ങളിൽ അരയന്നങ്ങൾ പറ്റിക്കൂടുന്നത് പോലെ. കാരണം എന്താണ്? താമരയുണ്ട്, താമരയുടെ ദളങ്ങൾക്കടിയിലാണ് അരയന്നങ്ങൾ അങ്ങനെ ഒളിച്ച് സുഖിച്ച് രസിച്ചിരിക്കുന്നത്. അതേപോലെ അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഹംസങ്ങൾ രമിക്കുന്നത് പോലെ ഞങ്ങൾക്കും രമിക്കായി വരേണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് ഭക്തോത്തമന്മാരുടെ ലക്ഷണം. അത് തന്നെയാണ്. അതുകൊണ്ട് പുത്രമിത്ര കളത്രാദികളായിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും വേറിട്ട് സംതൃപ്തരാകും. വിസൃഷ്ട ഗൃഹാഹ, വീടുകളൊക്കെ ഉപേക്ഷിക്കും. വീട് മാത്രമല്ല, വീട്, ബന്ധുജനങ്ങൾ, പുത്രന്മാർ, കളത്രം, ഇതിനൊക്കെ ഉപേക്ഷിച്ച് പോരാൻ അവർക്കൊരു മടിയില്ല. അവർക്ക് എന്തുമാത്രം മതി? ഈ ഭക്തി മാത്രം മതി എന്നർത്ഥം. അതുകൊണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ച് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഭക്തി, അത് മോക്ഷത്തെ കൂടി ആഗ്രഹിക്കാത്ത ഭക്തി, ആ ഭക്തിയുടെ സ്വരൂപം നന്നായി അറിഞ്ഞ് ആനന്ദിക്കുന്ന ഒരാൾ മോക്ഷത്തെ കൂടി വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് ധർമാർത്ഥകാമ മോക്ഷങ്ങൾ കഴിഞ്ഞ് അഞ്ചാമത്തെ പുരുഷാർത്ഥമായി ഭക്തിയെ സ്ഥാപിച്ചോളൂ എന്ന് ഈ ശ്ലോകം ബോധ്യപ്പെടുത്തുക. ദുരധികമതത്വനിഗമായ തവാത്തതനോഹം ചരിതമഹാമതദ്ധിപരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപി ഈശ്വരതേ ചരണസരോജഹംസകലഭംഗവിസൃഷ്ടഗൃഹാം. ദുരധിഗമാ ആത്മതത്വനിഗമായ തവത്തതനോഃ ചരിതമഹാമതദ്ധിപരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപി ഈശ്വരതേ ചരണസരോജഹംസകുല സംഗവിസൃഷ്ടഗൃഹാ. ദുരധിഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമതാബ്ധിപരിവർത്ത പരിശ്രമണാം ന പരിലഷന്തി കേചിദപവർഗമപി ഈശ്വരതേ ചരണസരോജഹംസ ഹംസകുലസംഗ വിസൃഷ്ടഗൃഹാ. ആർക്കെങ്കിലും ഇത് സംശയമുണ്ടോ ഈ ഒരു ശ്ലോകത്തിൽ? ഉണ്ടെങ്കിൽ തീർത്തിട്ട് അടുത്തേക്ക്. സാർ, മോക്ഷത്തെക്കാൾ ശ്രേഷ്ഠം ഭക്തിയാണെന്നല്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നത്? എനിക്ക് പഞ്ചസാര ആകണ്ട, എനിക്കത് കഴിക്കാനാ ഇഷ്ടം എന്ന്. അത് തന്നെ. അതിനുശേഷമുള്ള സകല മനീഷികൾ ഭക്തിയുടെ യോഗത്തിൽ ആണ്ട് കുളിച്ചവരാണ്. രാമകൃഷ്ണദേവൻ കാളിയുടെ ഭക്തിയിൽ ആണ്ട് ഇറങ്ങി കുളിച്ച ആളല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് അഞ്ചാമത്തെ പുരുഷാർത്ഥമായിട്ട് പറഞ്ഞുകൊള്ളുന്നത് വേദം പറയാം നമ്മൾ. അതാരസം അതെത്ര ശ്രേഷ്ഠമായ ആശയം, എത്ര സുന്ദരമായ ആശയം. വേദം ഭക്തിയൊന്നും ഇല്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മളുടെ ചിന്തയെ മുഴുവൻ ഇത് മാറ്റുകയാണ് ഈ സ്തുതിയിലൂടെ. വേദമാണ് ഈ സ്തുതിക്കുന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഭക്തന്മാർക്കാണ് ഇത് കേൾക്കേണ്ടത്. ഭാഗവതത്തെ ഭക്തന്മാർക്ക് അതിന്റെ ഏതാണ്ട് സമാപ്തി ഘട്ടത്തിൽ ഭംഗിയായിട്ട് ഇഷ്ടമുണ്ടാണ്. ഇത് ശരിക്കും തിരിച്ചറിയുക തന്നെ ചെയ്യണം. ഭാഗവതത്തിന്റെ ഈ ഭക്തി ഇതല്ലല്ലോ അറിയുന്നത്. ഇപ്പം വേറെ ചില ഘോഷങ്ങൾ മാത്രമല്ലേ. ലക്ഷ്യം തന്നെ അല്ലയോ സാറേ ഇവിടെ ഇപ്പൊ ഈ പറയുന്നത്? ഭാഗവതത്തിന്റെ ആ പരമമായിട്ടുള്ള ലക്ഷ്യം തന്നെയല്ലേ ഇവിടെ? അതന്നെ അതാ അതിവിടെ കൊണ്ട് പൂർണ്ണമാക്കുകയാണ്. വേദസ്തുതി കൊണ്ട് അത് സ്ഥാപിച്ചെടുക്കുകയാണ്. ഇനി ജ്ഞാനമാർഗത്തെ കുറിച്ച് പറയാൻ പോകുന്നത് അടുത്തയിലാണ്, ഏകാദശത്തിലാണ്. ദശമം മുഴുവൻ ഭക്തിയിൽ ആണ്ട് കുളിക്കുന്നതാണ്. അതിന്റെ അടിത്തറ ഇവിടെ ഇടുകയാണ്. അതെ, അത് ഉറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പിന്തിരിയാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് അഞ്ചാമത് പുരുഷാർത്ഥമായിട്ട് ഭക്തി പറഞ്ഞോളൂ എന്ന് പറയാൻ പറ്റണമെങ്കിലേ, ഭാഗവതം എഴുതപ്പെട്ടത് തന്നെ ഇതിനു വേണ്ടിയാണ്. അപ്പോ തീർച്ചയായിട്ടും നല്ല സുന്ദരമായ ഒരു ആശയം. ഭക്തിയെ കുറിച്ച് ഇതിനുള്ള ഒരാൾക്ക് പറയാനില്ല. അല്ല, അത് വേദങ്ങളെ കൊണ്ട് തന്നെ അതിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല. എത്ര ഭക്തന്മാരെ അവതരിപ്പിച്ചു. പക്ഷെ ഇപ്പം ഇതാ
വളരെ യുക്തിപൂർവമായിട്ടുള്ള പ്രസ്താവന. യുക്തിപൂർവമാണ്, നോക്കിയാൽ അത് സത്യവുമാണ്. അതെ അതെ, ആ ശരി. പ്രായോഗികമായിട്ട് ഏറ്റവും പ്രത്യേകിച്ച് ഇതാ വേണ്ടത്, അതാ വേണ്ടി ആദ്യം ചിന്തിക്കാൻ. അനായാസേന എല്ലാവർക്കും സാധ്യമാകുന്നത് ആ ഈ ഒരു മാർഗമാണ് പ്രായോഗികമായിട്ട്. ഒന്നുമില്ല. ആൾക്കാർക്ക് മറ്റുള്ള വഴികളിലൂടെ ഈ മോക്ഷം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ഒക്കെ സാധ്യമാകത്തുള്ളൂ. അതിന് പ്രയത്നം വേണം, പ്രയത്നം വേണം, വളരെ വളരെ അതിലെ മേൽപ്പത്തൂർ അത്യായാസകരാണി കർമ്മപട്ടലാന്യാചര്യതയ്യന്മലാം. അതെ, ആയാസകരമായ കർമ്മപട്ടലങ്ങൾ ആചരിച്ച് മനസ്സിനെ ശുദ്ധമാക്കാം. അതെ അതെ. പക്ഷെങ്കിൽ ഇത് ഒരു പ്രയത്നം കൂടാതെ കിട്ടും എന്നാണെങ്കിൽ പിന്നെ അതിനല്ലേ പോവുള്ളൂ. അതെ 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 അതെ. ഈ വേദസ്ഥിതികളുടെ ഒക്കെ എന്താ പറയുക, അതിന്റെ ഒരു ക്വിൻറ്റസെൻസ് ആണ് അവിടെ. അതെ അതെ, അത് മേൽപ്പത്തൊരു ഭംഗിയുണ്ട്. ത്വദ്ഭക്തിസ്തു കഥാരസാമതജ്ജരി മജ്ജേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധവതവീം അക്ലേശതസ്തന്വതി. നോക്കൂ എത്ര ഭംഗിയാക്കി പറഞ്ഞു. അതെ, സംഗ്രഹം തന്നെ. അതെ അതെ അതെ. സാറേ, അപ്പൊ ഭക്തി ആദ്യമല്ലേ വേണ്ടത്, അവസാനല്ല? മോശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ ആവശ്യം എന്താണ്? അതല്ലേ ഇപ്പൊ പറയാൻ പോകുന്നത്. മോക്ഷം പോലും ആഗ്രഹിക്കേണ്ട, ഭക്തിയിൽ തന്നെ നിന്നാൽ മതിയെന്ന്. ഒന്നും വേണ്ട, ഭക്തി മാത്രം മതി. മാത്രം മതി. ഭാഗവതം അവിടെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്, ഭക്തിക്കാണ്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. അതെ, ജ്ഞാന വൈരാഗ്യം ഉണ്ടാകുമ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാ സാറേ. ഭക്തിയിൽ പരം ഒരു മുക്തിയില്ലേതും നൂനം. എഴുത്തച്ഛനിന്റെ ആശയം ശരിക്കും അറിഞ്ഞ ആളാണ്, നന്നായി. ഭക്തിയിൽ പരം ഒരു മുക്തിയില്ലേതും നൂനം. അതന്നെ അതന്നെ, അതാണ് ഏറ്റവും പ്രധാനം. കുചേലനും പറയുന്നുണ്ടല്ലോ സാറേ, എനിക്ക് വീണ്ടും വീണ്ടും അങ്ങയുടെ ഭക്തനായാൽ മതി. പ്രഹ്ലാദം പറയുന്നില്ലേ? ജന്മനെ പ്രഹ്ലാദനും പറയുന്നുണ്ട്. എനിക്ക് ഭക്തി മാത്രം മതി, മോക്ഷം പോലും വേണ്ട. ഒരു ഇതും വേണ്ടെന്ന് പറയുന്നുണ്ട്. പരമഭക്തന്മാരായിട്ടുള്ള എല്ലാവരും അത് തന്നെയല്ലേ പറയുന്നത്. ഇതിനെ കൊണ്ടെല്ലാം രാമായണത്തിൽ ഹനുമാനും പറയുന്നുണ്ടല്ലോ, രാമന്റെ. എല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്ന് ഓർക്കുമ്പോൾ ഇത് എത്രയോ പരമസത്യമാണെന്ന് നമുക്ക് തോന്നും. അപ്പോ ഈ കർമ്മഫലവും പുനർജന്മം ഉണ്ടാവുമല്ലോ, മോക്ഷം വേണ്ടാന്ന് ആഗ്രഹിക്കുമ്പോ അത് നടക്കില്ലേ? അതെന്ത് ചെയ്യപ്പോ? ഏത് കർമ്മഫലം ഉണ്ടാവുമല്ലോ, ഈ കർമ്മഫലം പുനർജന്മം. ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് ലയിച്ചാലോ? ഭക്തി അങ്ങനെയുണ്ട്, ഭക്തിയിൽ ഭഗവാനിലേക്ക് ലയിക്കും. അപ്പോഴ് ഇത് തന്നെ അവസ്ഥ അല്ലെ, പുനർജന്മം ഇല്ലാത്ത. അതെ, പോരെ? അങ്ങനെ കിട്ടാമെങ്കിൽ പിന്നെ അത് പോരെന്നാ ചോദിച്ചേ. അതെ അതെ അതെ. മുക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ളതല്ലേ, നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ അതിനെ അറിയാത്തതല്ലേ. അതന്നെ, അജ്ഞാനം കൊണ്ട് നമ്മൾ അറിയുന്നില്ല, അതാണ് സത്യം. അപ്പൊ ഭക്തിയിലൂടെ നമ്മൾ അറിഞ്ഞാ പിന്നെ അത് അല്ലാതെ ഒന്നിനോട് മോഹമില്ലാത്ത അവസ്ഥ, അതാണ് മുക്തി. പിന്നെ ഭക്തിയെ നമ്മൾ ഇന്ന് ഒത്തിരി തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതൊരു വലിയ ദോഷമാണെന്ന് മാത്രമേ. അവിടെയാണ് ഭാഗവതത്തിന് പ്രസക്തി. ഭാഗവതം ശരിയായ ഭക്തി ബോധ്യപ്പെടുത്തണം. സാർ, അതുപോലെ ഒരു കാര്യം, ആ ദ്വിതീയ സ്കന്ധത്തിൽ ഒരു സദ്യോമുക്തിയും ക്രമമുക്തിയും പറയുന്നില്ലേ? ദ്വിതീയ സ്കന്ധം, ആ ക്രമമുക്തി എന്ന് പറയുന്നത് ധർമ്മമോക്ഷത്തിലൂടെ വന്നെത്തുന്നത് ക്രമമായിട്ട്. സദ്യോമുക്തി എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുക. ഈ വഴിക്കൂടെ ഒന്നും പോകാതെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പൊ നമ്മളുടെ ഉള്ളിലുണ്ട് ഈ മുക്തി. നമ്മൾ ചില ഈ കയറെ അങ്ങോട്ട് കയറി പിടിച്ചിട്ട് ഇതിങ്ങനെ എന്നെ ബന്ധിച്ചിട്ടിരിക്കുക എന്ന് പറയുന്ന ആ ഭാവം നമുക്കൊന്ന് അങ്ങോട്ട് കയറി പിടിച്ച് കടുങ്കെട്ടുകളാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. അതെ, അഴിക്കാൻ പറ്റുന്നില്ല. അഥവാ ഒന്നഴിച്ചാ വേറെ കെട്ട് പിന്നെയും വരും. മരത്തിലൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിടാൻ പറയുന്ന അവസ്ഥയാണ്. ശരി സാർ. അപ്പൊ അടുത്തേക്ക് പോവാം. ത്വദനുപഥം കുലായമിതമാത്മസുഹൃത്പ്രിയവത് ചരതി തഥുന്മുഖേ ത്വയി തേ പ്രിയ ആത്മനിജാം നബതരമന്ത്യഹോ അഫതുപാസനയാത്മഹനോ യദനുഷയാ ഭ്രമന്തിരുഭയേ കുശരീരഭൃതാം. ത്വത് അനുപഥം, അങ്ങ് അനുവർത്തിച്ചു പോകുന്ന വഴി, പഥം വഴി.
അനുപഥം അനുവർത്തിക്കുന്ന മാർഗം വഴി. ത്വത് അനുപഥം അങ്ങയെ അനുവർത്തിക്കാൻ പറ്റുന്ന മാർഗം വഴി. കുലായം ഇതം, ഈ കുലായം എന്ന് വെച്ചാൽ ശരീരം എന്നർത്ഥം. കുലായം ശരീരം, ഇതം കുലായം ഈ ശരീരം. അങ്ങയുടെ എത്തിച്ചേരാനുള്ള വഴി അന്വേഷിച്ചു പോകുന്നതായ ഈ ശരീരം, ഇത് ആത്മസുഹൃത്ത് പ്രിയവത്, ആത്മാവിനെ പോലെ, സുഹൃത്തിനെ പോലെ, പ്രിയനെ പോലെ ചരതി, എന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ ശരീരം ഞാൻ കൊണ്ടു നടക്കല്ലേ ചെയ്യുക. എന്റേതാണ് ശരീരം. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്യണം? ഇതും കൊണ്ട് പോകണ്ടേ? എത്ര യാത്ര ചെയ്താലും, എവിടെ പോയാലും, കുളിക്കാൻ പോയാലും, വിസർജനത്തിന് പോയാലും, അമ്പലത്തിൽ പോയാലും, ഭക്തിക്ക് പോയാലും ഈ ശരീരം കൊണ്ട് നടക്കണം. നോക്കൂ എന്ത് പാടാ. ഇത് ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഇതം ഈ ശരീരം എനിക്ക് ആത്മാവാണ്. കാരണം എന്താണ്? എന്റെ ആത്മസ്വരൂപമാണ് ഈ ശരീരമായി പരിണമിച്ചത്. ഞാനാണ് ഇത്. അപ്പൊ പിന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ എനിക്ക് സുഹൃത്താണ് ഈ ശരീരം. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ശരീരത്തെയാണ്. പിന്നെ എന്റെ പ്രിയനാണ്, ഇഷ്ടനാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തും ആത്മാവുമാണ് വാസ്തവത്തിൽ ഈ ശരീരം. ത്വദനുപഥം കുലായം ഇതം ആത്മസുഹൃത് പ്രിയവത് ചരതി, ചരതി സഞ്ചരതി, സഞ്ചരിക്കുന്നു. തഥാ ഉന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനിജ, തഥാ അങ്ങനെ, ഉന്മുഖേ ത്വയി അപ്രകാരം ആണെങ്കിൽ പോലും, ഉന്മുഖനായ, ഉന്മുഖൻ നേരിട്ട് വരുന്നവൻ, അല്ലെങ്കിൽ ഉത്സാഹത്തോടെ ഇരിക്കുന്നവൻ, അപമുഖനാകാത്തവൻ, നേരിട്ട് വരുന്നവൻ, ഉത്സാഹത്തോടെ ഇരിക്കുന്നവൻ, ഹിതേ ത്വയി ഇഷ്ടത്തെ സാധിപ്പിക്കുന്നവനും, പ്രിയേ ആത്മനിജ പ്രീതി ഉണ്ടാക്കുന്നവനും, ആത്മാവായിരിക്കുന്നവനുമായ ത്വയി അങ്ങയിൽ രമന്തി രമിക്കുന്നില്ല. എന്റെ ആത്മാവും എന്റെ ബന്ധുവും എന്റെ ഇഷ്ടനും ആയി ഞാൻ കരുതുന്ന ഈ ശരീരം ഇഷ്ടത്തെ സാധിപ്പിക്കാൻ ഉപകരിക്കുന്നതാണ് ഈ ശരീരം. ഇതുകൊണ്ടാണ് ഇഷ്ടങ്ങളെല്ലാം സാധിക്കുന്നത്. സകല ഇഷ്ടവും ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതേപോലെ എല്ലാ പ്രീതിയും ശരീരം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എല്ലാ ഇഷ്ടങ്ങളും സാധിക്കുന്ന ശരീരം കൊണ്ടാണ്. ആത്മാവായിരിക്കുന്നവനുമായ അതും ഈ ശരീരം തന്നെയാണ്. അങ്ങനെയുള്ള ഈ ശരീരം അങ്ങയിൽ രമിക്കുന്നില്ല. നോക്കിക്കോളൂ, എന്ത് കഷ്ടതയാണ്. അങ്ങയിൽ മാത്രമേ ശരീരം രമിക്കില്ല. ബാക്കി എത്ര ഭൗതിക വസ്തുക്കളാണ് ഈ ശരീരം രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ശരീരം കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. അവിടെയെല്ലാം ഈ ശരീരം അതാത് വസ്തുക്കളും വിഷയങ്ങളുമായിട്ട് രമിച്ച് ഒരു ദിവസം ഈ ശരീരം എത്ര പ്രാവശ്യം ഭൗതിക വിഷയങ്ങളിലേക്ക് രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മവിഷയത്തിലേക്ക്, അങ്ങയിലേക്ക് രമിക്കുന്നില്ല. ഇന്ന് സമയമില്ല, നാളെ ഇല്ല, മറ്റന്നാളില്ല, തിരക്ക് കാരണം അങ്ങയുടെ അടുത്തേക്ക് ഈ ശരീരം കൊണ്ടുവരാൻ ഞാൻ മാറ്റിവെക്കാം. അപ്പൊ പിന്നെ എന്താണ്? അങ്ങയിൽ രമിക്കാൻ ഈ ശരീരം സന്നദ്ധമല്ലാതാകുന്നു. ഭൗതിക വിഷയങ്ങളിലേക്ക് മാത്രമാണ് ഈ ശരീരം രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. തഥാ ഉന്മുഖേ ത്വയി ഹിതേ പ്രിയേ ആത്മനിജ ത്വയി നബതരമന്ത്യഹോ കഷ്ടം, രമിക്കുന്നില്ല. നബതരമന്തി അഹോ കഷ്ടം തന്നെ. അഫദുപാസനയാം, എന്തുകൊണ്ടാണ്? അഫത്തിനെ ഉപാസിക്കുന്നത്, ഇല്ലാത്തതിനെ ഉപാസിക്കുകയാണ്. ഇല്ലാത്ത എത്ര വസ്തു, ഇല്ലാത്തതെന്ന് വെച്ചാൽ എക്കാലവും നിലനിൽക്കാത്തത്.
അതാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ കാണാത്തതെന്നല്ല എൻ്റെ അർത്ഥം. ചില അന്നത്തെ ഉപാസിക്കുന്നു, അന്നോപാസകന്മാരാണ്. കാരണം അവർക്ക് ഏറ്റവും വലിയ പ്രധാനം അന്നമാണ്. അതുകൊണ്ട് തൃപ്തിയാകുമോ? അപ്പോഴത്തേക്കാവും, അത്രേ ഉള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അടുത്ത അന്നത്തിന് വേണ്ടി കാത്തിരിക്കും. ഒരിക്കലും തൃപ്തി ഉണ്ടാവാത്ത അന്നത്തെ ഉപാസിച്ച് അന്നോപാസന എന്ന ഭൗതിക ലക്ഷ്യത്തിലേക്ക് പോകുന്നു ചിലർ. ചിലത് പ്രാണനെ ഉപാസിക്കുന്നു, ചില മനസ്സിനെ ഉപാസിക്കുന്നു, ഇനിയും ചില എന്താണ് അറിവിനെ ഉപാസിക്കുന്നു. ചിലരെ ഓരോ ഈശ്വരന്മാരെ മാറി മാറി ഉപാസിക്കുന്നു. ഗണപതിയെ ഉപാസിക്കുന്നു, ശിവനെ ഉപാസിക്കുന്നു, വിഷ്ണുവിനെ ഉപാസിക്കുന്നു, എന്താണ് രക്ഷസുകളെ ഉപാസിക്കുന്നു, യോഗീശ്വരന്മാരെ ഉപാസിക്കുന്നു. ഇങ്ങനെ പോവുകയല്ലേ. എത്രയിടത്താണ്. ഇതൊന്നും സ്ഥിരമല്ല, ശാശ്വതമല്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ വേദം അഫത്ത് എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അഫത് ഉപാസനയാ ആത്മഹന കൊണ്ട് എന്താ സംഭവിക്കുന്നത്? തന്റെ ആത്മാവിനെ തന്നെ ഹനിക്കുകയാണ്. അഫത്തായ ദേഹാദികളെ സേവിക്കുന്നത് കൊണ്ട് ആത്മാവിനെ ഹനിക്കുന്നവരായി ഭവിക്കുകയാണ് ഇപ്പോൾ. ഏത് അനുഷയ, യാതൊരു അനുഷയം വാസന കൂടെ പോകുന്നത്. അനുഷയത്തെ കൂടെ കിടക്കുന്ന എന്തേ ഉള്ളൂ? വാസന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനുഷയം എന്ന വാക്കിന് വാസന എന്നർത്ഥം കൊടുക്കുക. ഏത് അനുഷയ ഭ്രമന്തി ഉരുഭയെ, വാസന കൊണ്ട് ഭ്രമിക്കുന്നു, വട്ടം കറങ്ങുന്നു. ഉരുഭയെ ഏറ്റവും അധികം ഭയം ഉണ്ടാക്കുന്ന കുശരീരഭൃത, ദുഷ്ടമായ ഈ ശരീരത്തെ ഭരിക്കുന്നത് ഏതാണ്? സംസാരം. വീണ്ടും വീണ്ടും ദുഃഖമുണ്ടാക്കുന്ന ഈ സംസാരത്തിൽ ഈ കുൽസിതമായ ശരീരത്തെ ഭരിക്കാൻ വേണ്ടി അങ്ങനെ എന്താണ് വാസനയോടുകൂടി ഭ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ശരീരം നിലനിർത്താനാണ് നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശം മുഴുവൻ. ഇത് നഷ്ടപ്പെടരുത്, കേടുപാടുണ്ടാവരുത്. അതിനുവേണ്ടിയല്ലേ ഈ മരുന്ന് കഴിക്കുന്ന മുഴുവൻ. എന്തിനാണ്? ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിന് ഒരു മരുന്നും വേണ്ട. ഈ കൈയും കാലും ദേഹവും ശരീരവും അകത്തെ ഓരോ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങൾ മാത്രമല്ല രക്തം, മജ്ജ, പിന്നെ ഇതെല്ലാം എന്ത് ചെയ്യണം? നിലനിൽക്കണം. അതെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും മാറി മാറി മരുന്ന് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു, ഹിതമായ ഭക്ഷണം കഴിക്കുന്നു, പലയിടത്തു നിന്നും കൊണ്ടിരുന്നു, പാകത്തിന് ഉറങ്ങുന്നു, കുളിപ്പിക്കുന്നു, ഒരുക്കുന്നു. ഇതൊക്കെ ഈ ശരീരത്തിൽ ഇത്രയധികം ബദ്ധശ്രദ്ധരായി മനുഷ്യൻ ജീവിക്കുകയാണ്. അതോ ഈ ശരീരം എന്താണ്? അസത്താണ്, ശീര്യത്തെ നശിച്ചു പോകുന്നതാണ്, ഇട്ടിട്ട് പോകുന്നതാണ്. അതിനെക്കുറിച്ചാണ് വ്യഥ മുഴുവൻ. രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നവരെ ശരീരത്തെക്കുറിച്ചാണ് വിചാരം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം ശരീരത്തെക്കുറിച്ച് വിചാരിക്കുന്നതുകൊണ്ട് ഈ ശരീരത്തിനെ ഒന്ന് മറച്ചു പിടിക്കാൻ ഏതുതരം വസ്ത്രം വേണമെന്ന് രാവിലെ ആലോചനയാണ്. എത്ര വസ്ത്രങ്ങളാണ്? ഇത് ഏതാ ഇന്ന് ഉടുക്കേണ്ടത്? ഏത് ഉടുത്താൽ ഇന്ന് ഭംഗിയാകും? എത്ര സമയമായി ഈ വിചാരങ്ങൾക്ക് വേണ്ടി സമയം കളയുക. ആ സമയത്ത് ആത്മവിചാരമോ? അതില്ല. ആത്മസ്വരൂപനായ അങ്ങയെക്കുറിച്ചുള്ള വിചാരം അല്പം പോലും ഇല്ല. ഒരു ദിവസം ഒരു നിമിഷം പോലും അതിനെ ചെലവഴിക്കില്ല. ഭ്രമന്തി ഉരുഭയെ കുശരീരഭൃത, കുശരീരഭൃത്തുക്കളായിട്ട് ഉരുഭയമായ സംസാരത്തില് വാസന കൊണ്ട് ഭ്രമന്തി കറങ്ങിത്തിരിയുന്നല്ലോ. വാസ്തവത്തില് ഇപ്പൊ എല്ലാം ഫോണിലാ സാറേ, മുഴുവൻ ഫോൺ. അത് മാത്രം മതി എല്ലാവർക്കും. ഫോൺ മാത്രം മതി. അതെ അതെ, അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വിഷയങ്ങളാണ്. മുഴുവനും അതിൻ്റെ അകത്താണ്. അത് കിട്ടിയാൽ കഴിച്ചില്ലേലും വേണ്ടി വരാം. അത് മാത്രം മതി. കാരണം ക്ഷണനശ്വരമാണ് ഈ ശരീരം എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ പോഷിപ്പിക്കുക, അതിനെ നിലനിർത്തണം. എന്ത് ചെയ്യണം? ആത്മാവ് അതിലാണ് ഇരിക്കുന്നത്. ആത്മാവിന് ഇരിക്കാനുള്ളൊരു പാത്രമാണ്. ഈ പാത്രം തേച്ച് വൃത്തിയാക്കി എന്ത് ചെയ്യണം? വെക്കണം. ഇത്രയൊക്കെ വേണ്ടുമായിരുന്നു. ഇതിന് വേണ്ട അത്യാവശ്യം വേണ്ട ഭക്ഷണം കൊടുത്ത് അവശ്യം വേണ്ട വസ്ത്രമൊക്കെ ആക്കി ഇങ്ങനെ ഒരു പാകത്തിന് നിലനിർത്തുകയേ വേണ്ടൂ. വാസ്തവത്തിൽ ഇത് ക്ഷണത്തിൽ നശിക്കുന്ന ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ എപ്പോഴും മനസ്സ് വെച്ച് അങ്ങയെ മറക്കുകയാണ്. അങ്ങനെ താൻ തന്നെ ഹനിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആത്മഹനോ, താൻ തന്നെയാണ് ഹനിക്കുന്നത്. ശരീരമേ
എന്റെ ശരീരം വേദനിക്കുന്നു, എന്റെ ശരീരം മുറിയുന്നു എന്നുള്ളത് ശരീരത്തിനാണ്, എനിക്കല്ല. പക്ഷേ ഈ ശരീരത്തെ മാത്രം ശ്രദ്ധിച്ചു പോകുന്നവർ ആത്മഹന്താക്കളാണ്, ആത്മഹനന്മാരാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് വേദം ബോധ്യപ്പെടുകയാണ്. കാരണം എത്ര പാപമുണ്ടോ തൻ്റെ ഈ ആത്മാവിനെ ഹനിച്ചാൽ ആ പാപത്തിന് പാത്രമായിട്ട് നമ്മൾ ഭവിക്കുക തന്നെ ചെയ്യും. ആത്മാവിനെ സ്മരിക്കാതിരിക്കുന്നത് ആത്മഹനനമാണ്. ഈശ്വര ചിന്ത ഇല്ലാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയാൽ ആത്മഹനനമാണ് ഫലം. അതുകൊണ്ട് അത് ആർക്കെങ്കിലും ഹിതമായിട്ട് വരുമോ? ഒരിക്കലുമില്ല, അത് സംശയമില്ല. ദേഹത്തെ ലാളിക്കണം, പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് ജീവിതം എന്ന് പറയരുത്. അവര് ദേഹത്തെ ലാളിച്ച് അന്നന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അതാത് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് എത്രയെത്ര നീചയോനികളിൽ ചെന്ന് ജനിച്ച് മരിച്ച് ഇടയ്ക്കിടയ്ക്ക് അതികഷ്ടമായ ദാരിദ്ര്യം, മഹാവ്യാധി രോഗങ്ങൾ, ശിക്ഷകൾ, രാജശിക്ഷകള്, കള്ളന്മാരിൽ നിന്നുള്ള ഭയം, ഇങ്ങനെ എത്ര തരം ദുഃഖങ്ങൾ അവർ ദിവസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ആ ദുഃഖത്തിൽ അകപ്പെടുകയും ചെയ്യുന്നതല്ലാതെ അവർക്ക് ദുഃഖ നിവൃത്തിക്ക് ഒരു കാരണം ഉണ്ടാവില്ല. ദുഃഖം ശരീരത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നതുകൊണ്ടാണ്. ശരീരത്തെ വിട്ടാൽ പിന്നെ എന്തില്ല? ദുഃഖം ഉണ്ടാവില്ല. രോഗം ദുഃഖമാണ്, ദുഃഖം രോഗമല്ല. ഇത് തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ ഈ ശരീരം, രോഗം, മരുന്ന്, ഇന്നതാണ് കൂടുതൽ ചിന്ത. അതിന് പണ്ടൊക്കെ പ്രായമായവർക്കായിരുന്നു, ഇപ്പൊ അങ്ങനെയില്ല. അല്ലാത്തവരും എന്താണ്? ഏറ്റവും പ്രധാന മരുന്ന് പെട്ടികളാണ്. അതിങ്ങനെ നിറച്ച് തീരുന്തോറും നിറച്ച് പിന്നെയും തീർന്ന് നിറച്ച് അതിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൃത്യമായിട്ടും അതെല്ലാം കഴിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൽ നിലനിർത്താൻ, സംരക്ഷിക്കാൻ. എന്തിനാണ് ഈ ശരീരം നിലനിൽക്കുന്നത്? അതറിയില്ല. അങ്ങയെ കാണാൻ വേണ്ടിയാണ്, അങ്ങയിലേക്ക് ചേരാൻ വേണ്ടിയാണ് എന്നാണെങ്കിൽ ആത്മഹനന്മാരാകാതെ ആത്മരക്ഷകന്മാരാവുകയാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ അങ്ങയെ ഭജിക്കാത്തവർ തങ്ങളെ തന്നെ ഹനിക്കുന്നവരായി തീരും. അതൊരു മഹാകഷ്ടമാണ്. ഇത് തങ്ങളെ ഹനിക്കുന്നവർക്ക് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല, പരോപകാരം ചെയ്യാനേ പറ്റില്ല. കാരണം എന്താണ്? ആത്മഹനനമാണ് നിരന്തരമായും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ എങ്ങനെ പറ്റും? എന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പിന്നെ ആട്ടെ ഇനി നിങ്ങളെ. ഈ വിചാരമാണ് നിരന്തരമായും നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്നത്. ഇതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കണമേ എന്ന് വേദം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി. എത്ര സുന്ദരമായ പ്രാർത്ഥന! ഈ ശരീരത്തിന്റെ നിസ്സാരത, ഇത് വേണ്ട എന്നൊരിക്കലും പറയില്ല. ഇതൊരു പാത്രമാണ് എന്ന് പറഞ്ഞു. ഈ പാത്രം സ്വർണമായാലും വെള്ളിയായാലും ചെമ്പായാലും ഇരുമ്പായാലും മണ്ണായാലും പാത്രം പാത്രം തന്നെയാണ്. ഏതായാലും പാത്രം തേച്ച് വൃത്തിയാക്കി വെച്ചെങ്കിലേ അത് ഇരിക്കുകയുള്ളൂ. അത്രേ അതിന് വേണ്ടുകയുള്ളൂ. പക്ഷെ ഇന്നതല്ല. സമയം മുഴുവനും സമ്പത്ത് മുഴുവനും ഈ പാത്രത്തെ നന്നാക്കി എഴുന്നള്ളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ച് അങ്ങനെ അതുകൊണ്ട് കിട്ടുന്ന ഭൗതികമായ ഒരു സുഖമോ ഒക്കെ അനുഭവിച്ച് ഇത്രമാത്രം മതി എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നവർക്ക് ഒരു വലിയ ഉപദേശമാണ് വേദം ഇപ്പൊ കൊടുക്കുന്ന ഈ വരികൾ. ത്വദനുപഥം കുലായമിതം ആത്മസുഹൃത് പ്രിയവത്സരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനിചാം നബതരമന്ത്യഹോ അഫദുപാഫനയ ആത്മഹനോ യദനുഷയാ ഭ്രമന്തിരുഭയേ കുശരീരഭൃതം. ത്വദനുപഥം കുലായമിതമാത്മസുഹൃത് പ്രിയവത്സരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനിചാം നബതരമന്ത്യഹോ അഫദുപാഫനയ ആത്മഹനോ യദനുഷയാ ഭ്രമന്തിരുഭയേ കുശരീരഭൃതം. ത്വദനുപഥം
കുലായമിതമാത്മസുഹൃത്പ്രിയവച്ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനിജം നബതരമന്ത്യഹോ അഫദുപാസനയാ ആത്മഹനോ യദനുഷയാ ഭ്രമന്തിരുഭയേ കുശരീരഭൃതാം. എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് പോകാം. ഇവിടെ ആത്മതത്വത്തിന്റെ പ്രാധാന്യത്തെയാണല്ലോ പറയുന്നത് അല്ലെ? അതെ, അതെ, ആത്മതത്വം ആണോ വേണ്ടത്, ശരീരപോഷണം അല്ല എന്നുള്ളതല്ലേ? ഭക്തി ആത്മതത്വമാണ്. ആണ്, അതെ. ഭക്തിയുടെ വേറൊരു വേഷനായിട്ട് പറയുന്നു. ഭക്തി ആത്മതത്വം തന്നെയാണ്. ഭക്തി എന്ന് പറയാൻ പറ്റുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഭൗതികമായ ഈ കാട്ടുകൂട്ടലല്ല ഭക്തി എന്ന് പറയാൻ പോവാണ്. ഭക്തിയും ആത്മതത്വവും കൂടിയുള്ള കണക്ഷൻ പറയുവാണ്. ഒന്ന് തന്നെയാണത്, ഒന്ന് തന്നെയാണ്. ഓക്കെ സാർ, അതാണ് ഇവിടെ വേദം പറയാൻ പോകുന്നത്. അതെ, ഭക്തിയും അപ്പൊ ആത്മതത്വം ഭക്തിയിൽ കൂടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടെ വരുന്നു, ഒന്നിച്ചാക്കാൻ പറ്റുകയാണ്. അതുകൊണ്ട് ഭക്തി ഇല്ലാതെ എന്തായാലും എത്താൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒന്നും ഭക്തി അല്ലല്ലോ സാറേ എന്നല്ലേ ഇപ്പൊ പറഞ്ഞു വന്നില്ല. അത് ഭക്തിയുടെ ബാഹ്യ ആചരണങ്ങൾ മാത്രമാണ്. അത് വിട്ട് അകത്തേക്ക് കടക്കാൻ തയ്യാറാവണം. ഈ ശരീരം തന്നെ ഭക്തി സാധ്യമാക്കുവാനുള്ള ഒരു വാഹനമായിട്ട് ഉപയോഗിക്കണമെന്നല്ലോ സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആയിട്ട് കരുതണം. അതെ, ഇത് ഭക്ഷണം കഴിച്ച വയറ് നിറച്ച് മറ്റെഴുന്നള്ളി ചെറുത്തുകൊണ്ട് കാണിക്കാനുള്ള മാത്രമല്ല എന്ന് തിരിക്കണം. ഇതിപ്പോ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. ഇപ്പൊ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്യും. അതിനുവേണ്ടി അതെ 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 അതെ. അത് വേണ്ടെന്ന് പറഞ്ഞില്ല, കൊണ്ടുകൊള്ളൂ. പക്ഷേ ഈ ശരീരത്തിന്റെ ലക്ഷ്യം ഇതിനു വേണ്ടിയാണ്. പരമമായിട്ടുള്ള ലക്ഷ്യം, ഉദ്ദേശം, ഈ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ളത്. പക്ഷെ ആരറിയുന്നു? എന്ത് കഴിച്ചാലും വയറ് നിറയും. വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കണം. ഏത് നല്ല വസ്ത്രം കൊടുത്താലും ശരീരം സുന്ദരമായി തന്നെ അവശേഷിക്കും. അതിന് 50,000 രൂപ വരെയുള്ള വസ്ത്രം വേണം എന്നൊന്നും എന്തില്ല, ശരീരത്തിനില്ല. അതെ, നമ്മൾ ഇങ്ങനെ അതിന്റെ പുറകെ പാഞ്ഞു നടക്കുകയാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്നും അല്പം ഒരു വ്യതിയാനം വരുത്താൻ പറ്റിയാൽ, ഉള്ളത് കൊണ്ട് സുഖമായി ജീവിക്കാൻ പറ്റിയാൽ ഭക്തിയിലേക്ക് തിരിയാനുള്ള വഴി ഇതാണ്. കാരണം സമയമില്ലല്ലോ. ഇന്നിപ്പം രാവിലെ ഒന്ന് ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ എത്ര സമയം വേണം? അതെ അതെ. അല്ല, പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ വായിച്ചിട്ടും അറിഞ്ഞിട്ടും ഒന്നും അല്ലായിരുന്നെങ്കിൽ തന്നെ അവരിങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം ഏതാണ്ട് ഇതിനൊക്കെ വേണ്ടിയാണെന്നുള്ള ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. ഇന്ന് പക്ഷെ അതിനൊന്നും പ്രസക്തി ഇല്ലാതെ പോയല്ലോ. കാരണം അന്ന് അധ്യാപകരാണെങ്കിലും ഇതേമാതിരിയുള്ള ഒരു മോറൽ ശരീരത്തെ കുറിച്ചുള്ള അമിതമായ ചിന്ത ഒന്ന് കുറച്ചു കൊണ്ടുവരിക മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഭക്ഷണം വേണ്ടെന്നോ മരുന്ന് വേണ്ടെന്നോ ഒന്നും നമുക്ക് അർത്ഥമാക്കാനില്ല. പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് ജീവിതം എന്ന് പറയരുത്. തോട് പൊളിച്ച് കാമ്പിനോട് ഇപ്പോഴാണ് അടുത്തതില്ലേ സാറേ? അതെ, കറക്റ്റ്. ഇപ്പോഴാണ് ആ വിഷയം. ഇതുവരെയും ഭക്തി എന്താന്ന് ഇത്രയും നമുക്ക് മനസ്സിലായില്ല. എത്രയോ കഥകൾ പറഞ്ഞു അല്ലെ? കൃഷ്ണന്റെ എത്രയോ ചരിതം അവസാനം വന്നപ്പോഴാണ് എന്താണ് അത് വേദത്തെ കൊണ്ട് പറയിച്ച വ്യാസൻ എന്ത് ബുദ്ധിമാനാണ്. മറ്റാരെ കൊണ്ടും പറയിച്ചില്ല. എത്രയോ ഭക്തന്മാരുണ്ടായിരുന്നു, അവരെ കൊണ്ടൊക്കെ പറയിക്കാതെ വേദത്തെ കൊണ്ട് ഇത് പറഞ്ഞു പഠിപ്പിച്ചു നമ്മളെ. കാരണം വേദത്തിനല്ലേ അതിന്റെ അന്തസ്സാരം ഗ്രഹിച്ച് അറിയാൻ പറ്റുന്നുള്ളൂ. അതെ അതെ അതെ. ബാക്കി എല്ലാവരും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട്, കുന്തി പറഞ്ഞാലും ഭീഷ്മര് പറഞ്ഞാലും പ്രഹ്ലാദൻ പറഞ്ഞാലും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ലേ പറയാൻ പറ്റുന്നത്. നമുക്ക് പ്രായോഗിക തലത്തിൽ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊരു വഴി കാണിച്ചു തരും. അതെ, അവിടെയാ ഏതെല്ലാം കേൾക്കുമ്പോൾ ആസക്തി ഇത്തിരി കുറച്ച് കൊണ്ടുവരാൻ പറ്റിയ അത്രയായി, അത്രേ ഉള്ളൂ.
വ്യാസൻ ഏതെല്ലാം ആംഗിളിൽ കൂടെ ചിന്തിച്ചാണ് ഈ രചന നടത്തിയിരിക്കുന്നത് ഭഗവാനെ. അയ്യോ, എങ്ങനെയെങ്കിലും നമ്മളെ ലക്ഷ്യത്തിൽ എത്താനുള്ള മഹത്തായ പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എന്നിട്ട് ഇത്തരം രചനകളെയൊക്കെ അവിടെ ഇവിടെ ഇരുന്നിട്ട് ഓരോരുത്തര് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നതും കല്ലെറിയുന്നതും ഒക്കെ കണ്ടു കഴിയുമ്പോ എന്താ ഈ ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ ഫത്താഹ യജ്ഞവേദികളിലൊക്കെ എന്തൊക്കെയാണാവോ. ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് ഭക്തിയുടെ മാഹാത്മ്യം അറിയുന്നത് ഇത് പിള്ളേരാണ് പഠിപ്പിക്കേണ്ടത്. ഈ 2 ശ്ലോകം മാത്രം മതി ഭാഗവതത്തിന്റെ സാരാർത്ഥമായ ഭക്തി എന്താണ്. അതെ, ഭക്തിയുടെയും ആത്മകത്വവും രണ്ടും ചേർന്ന് വന്നു. ഒന്നും പറയുന്നില്ലല്ലോ എന്നുള്ളതാണ് അതെ, അതെ. ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. കാരണം ഇതൊന്നും ഈ ആചാര്യന്മാരൊന്നും കാണുന്നില്ലേ, ഇതൊന്നും ശ്രുതിഗീത പറയില്ല, ഒരു വരി പോലും പറയില്ലോ. കഷ്ടമുണ്ട്. ഇത് മാത്രമായിട്ടൊരു സപ്താഹം നമുക്ക് നടത്തി. അത് നമ്മളവിടെ നമുക്ക് രാവിലെ 10 മുതൽ 4 വരെ ഇതിനെക്കുറിച്ചുള്ള വിചാരണ ചെയ്താൽ മതി. അത് സപ്താഹം. അല്ല സാർ, ഇതേമാതിരി ഭാഗവതത്തിലെ വളരെ എന്താ പറഞ്ഞേ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം ഒരു സപ്താഹം അങ്ങനെ അങ്ങനെയൊക്കെ അതിനൊരു ക്രമമൊക്കെ ഇത് തന്നെ ഒരു സപ്താഹത്തിനുള്ളത് കൂടുതലല്ല. ഇതിന്റെ ഒരു ശ്ലോകം തന്നെ പകുതിയായാലും 23 40 42 ശ്ലോകം ഉണ്ട്. അതെ, ഇത് തന്നെ തീരത്തില്ല. നമ്മൾ എത്ര ദിവസം കൊണ്ടായിരിക്കും അങ്ങോട്ട് എത്താൻ പോകുന്നത്. ഓരോ മണിക്കൂർ നമ്മൾ എടുക്കുമ്പോൾ 1-2 ശ്ലോകത്തിൽ കൂടെ നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല. ശരിയാ. അല്ല, ഇങ്ങനെ ഒരു വിചാരണ ചെയ്ത് പോകുമ്പോഴാണ് മനസ്സിൽ ഉറയ്ക്കുന്നത്. അല്ല സാർ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് വന്ന് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോ മറ്റു പലരും ചിലപ്പോ ഇത് പിക്കപ്പ് ചെയ്യുമായിരിക്കും. പിന്നെ അതേന്നെ, ഇപ്പൊ എന്റെ സന്തോഷം നിങ്ങൾ ഇത്രയും പേര് കേൾക്കുന്നില്ലേ. അല്ല സാർ, ഇതിപ്പോ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് അതായത് ഇതിന്റെ കാമ്പ് മനസ്സിലാക്കി ഇത് 4 പേരോട് പറയണം. അതും പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് പറയാവുന്ന സാറ് മുമ്പോട്ട് വന്നോണ്ടല്ലേ ഞങ്ങൾക്ക് തന്നെ ഇത്. അല്ല, എന്നെ സംബന്ധിച്ച് ഇത് ഒരാളോടെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് പോവാമല്ലോ. ആരോടും പറയാതെ ഞാൻ പോയ കഷ്ടം ഞാൻ ആരോടും പറഞ്ഞില്ല തോന്നില്ലേ. ഞങ്ങളിലുള്ള ആത്മചൈതന്യം ഇപ്പോഴേ ഇങ്ങനെ നൃത്തം ചെയ്തോണ്ടിരിക്കുക. സത്യത്തില് കേട്ടിട്ട് അവിടെ സ്പർശിച്ചല്ലോ സാറ്, അവിടെ സ്പർശിച്ചല്ലോ എന്നൊരു ചിന്ത, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതാണ് എന്റെ ഏറ്റവും വലിയ ആനന്ദം. നിങ്ങൾ ആർക്കെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ കൃതാർത്ഥനായി. കാരണം എനിക്കറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങളിത് കേട്ടു. അപ്പൊ ഇതാണല്ലോ എന്റെ സത്യം എന്ന് അറിഞ്ഞിട്ട് അപ്പം ഇത് നിങ്ങളിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു ഭാഗ്യമാണ്. ശാന്തമ്മ സാറിന്റെ സാഹിത്യമൊക്കെ അങ്ങനെ നൃത്തം വയ്ക്കുന്നു. അതെ, ഭംഗിയായിട്ട്. അതിങ്ങനെ ഉള്ളിൽ എപ്പോഴും ഇത് തന്നെയല്ലേ, നമ്മളെ പോലെ അല്ലല്ലോ. അല്ല, ഇതുവരെ ടീച്ചർ ഇത്രയോ ഓപ്പൺ ആയിട്ട് ആ സാഹിത്യത്തിന്റെ പറഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ കയ്യിലുണ്ട്, പറയാറുള്ളത് മോനുമായിട്ട് ഇരിക്കാറുള്ളത്. ഇത് ഈ ഭക്തിയിൽ ആത്മവിചാരം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടീച്ചർ. അതുകൊണ്ടാണ് സാറ് ഞങ്ങളോട് ചെയ്തൊരു വലിയ കാരുണ്യ ടീച്ചറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇല്ല, ഞങ്ങൾ അത് വല്ലതും അറിയാൻ പോണ്ടോ? ഞങ്ങൾ എപ്പോഴും ഓർക്കാറുള്ള കാര്യമാണ്. അതൊക്കെ ഓരോ ഈശ്വരന്റെ ഒരു കാരുണ്യം, സാറിന്റെ കാരുണ്യം. അതിന്റെ വഴിക്ക് ഓരോന്ന് വരുമെന്ന് പറയുന്നതാ. അതെ, തീർച്ചയായിട്ടും. സാറേ, ഇത് നമുക്ക് ശരിക്കും ശ്രുതിഗീത എനിക്കൊക്കെ കുറച്ചൊക്കെ ഇത് മനസ്സിലാകാൻ ഒരു കാരണം നമ്മുടെ സംസ്കൃതം ക്ലാസ്സിലെ ശങ്കര ഭഗവത്പാദരുടെ കൃതികളും ഒന്ന്, പിന്നെ ഉപനിഷത്ത് 13 പഠിച്ചെന്നല്ല, അതൊരു വലിയ കാര്യമായി ഉപനിഷത്ത് പഠിച്ചത്. ആ 3 ആംഗിളിലൂടെ വന്നപ്പോ എന്തൊക്കെയോ മനസ്സിലാകും. ഇതിനു പഠിച്ചിട്ടും ഈ ഭക്തി ഇത്രയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതമല്ലേ. അതെ, 9 വർഷം മുമ്പൊക്കെ നെച്ചൂര് ഈ ശ്രുതിഗീതയെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയത് ഞാൻ 2-3 പ്രാവശ്യം കേട്ടിട്ടും ഇത്രയൊന്നും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടു നോക്കി. അദ്ദേഹം ലളിതമായിട്ടാ പറയുന്നത്, പക്ഷെ അതൊന്നും അപ്പൊ എത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അത് ഈ 2-3 നമ്മുടെ പ്രസരത്തിലെ ഈ ശങ്കര ഭഗവത്പാദരുടെ കൃതികൾ പഠിച്ചത്
ഉപനിഷത്തുകൾ. ഭാഗവതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചല്ലേ നമ്മൾ 87-ാമത്തെ അധ്യായം. ഇത്രയും ഭാഗമായതിനു ശേഷം അതുകൊണ്ടാണല്ലോ ഈ 87-ാം അധ്യായത്തിലെ ദശമത്തിൽ മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. ഇത് മുൻപൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് മുക്തിക്കുള്ള വഴി അടുത്ത 31 അധ്യായത്തിൽ പറയാൻ പോകും. ഏകാദശത്തിലോട്ട് പോവുക. ഇത് അതോടങ്ങ് അടുത്തു. അത് പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുക്കുന്ന ആ സ്ഥലത്തോട്ട് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. അപ്പൊ അതിന്റെ ഒരു കണമെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ കൈപിടിച്ചടുപ്പിക്കാനുള്ള കാര്യം. അതെ അതെ, നന്നായിട്ട്. ഭഗവത്ഗീതയില് ഭക്തി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെങ്കിലും ഇത് ആത്മതത്വം അതിൽ ഒന്നാമെന്നുള്ളത് ഇപ്പൊ സാർ ഈ വേദത്തിലൂടെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഭക്തന്മാരുടെ ലക്ഷണം ചുരുക്കി പറഞ്ഞാൽ അതൊരു വേഗമായി മറ്റിലങ്ങ് പോയതേ ഉള്ളൂ ഗീതയിലെ. അതെ അതെ, പക്ഷെ ഇവിടെയാണത് വ്യക്തമാക്കുന്നത്. അതെ, ഇത് നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ സാർ, താങ്ക് യു. ഭാഗ്യം അന്ധഭാഗ്യം ജനാനാന്ന് പറയുന്ന പോലെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ അറിഞ്ഞു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എനിക്ക് ഏറ്റവും വലിയ ആനന്ദമാണ്. ഭാഗ്യസൂത്രത്തിന്റെ അതിനെക്കാട്ടി ആനന്ദം ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്രയും പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ സാറേ, ഈ 2 ശ്ലോകങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പം മുതല് കണ്ണിക്കൂടെ അങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുക. സത്യമാണ്, സത്യമാണ്. എന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു സാർ. എനിക്കത് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നുണ്ട്. സത്യം ഉള്ള ഇത് പറയാം. ശരീരം വിയർക്കുന്നു, കണ്ണിക്കൂടെ കണ്ണുനീരൊഴുകുന്നു, ശരീരത്തിന്റെ ഹൃദയത്തിൽ അങ്ങനെ തുടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ ശരീരത്തിൽ ഒരു വലിയ പരിവർത്തനം അവസ്ഥയാണെന്ന് തോന്നുന്നല്ലോ ടീച്ചറെ. അതെ അതെ, വാക്കിന് എന്തർത്ഥമുണ്ട്. എന്തൊക്കെ പരിവർത്തനത്തിന് വിധേയമാക്കാൻ വാക്കിന് കഴിയും. ഇതൊക്കെയാണ് നല്ല അനുഭവങ്ങള്. തീർച്ചയായിട്ടും. കോടാനുകോടി നമസ്കാരം ഗുരുപാദങ്ങളിൽ. അതൊക്കെ ഭഗവത് പാദങ്ങളിലേക്ക് എത്തിക്കുക. അതേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഞാനൊരു ഉപകരണം മാത്രമായിട്ട് പേന പോലെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുതിയെന്നേ മാത്രമേ ഉള്ളൂ. എന്നെ ഇതിന് പ്രചോദിപ്പിച്ച ഒരു ശക്തിയല്ലേ. അത് ശരിയാ സാറേ, എവിടൊക്കെയോ ഇരുന്ന് ഞങ്ങളെ സാറിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയത്. കാരണം എവിടൊക്കെ കിടന്നവരാണ് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സാറിന്റെ മുമ്പിൽ വരാനിടയായത്. അത് ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾ വിട്ടുപിരിയാതെ കൂടെ നിന്നില്ലേ. കുറെ ആകുമ്പോ ഇതൊക്കെ മതി ഇട്ടിട്ട് പോവാം എന്ന് വിചാരിക്കാതെ ആകാംക്ഷയോടെ എപ്പോഴും കൂടെ നിൽക്കുന്ന കണ്ടാണ് കേൾക്കുക. ഇതൊക്കെ ഒരു യോഗം തന്നെയാണ്. മുൻപേ എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കലും പോകാൻ തോന്നില്ല. നമ്മള് പക്വാകുമ്പോ നമ്മുടെ അടുത്ത് ഗുരുവായിട്ട് വരും. അത്രേ ഉള്ളൂ. ആഗ്രഹിച്ച് ആവശ്യപ്പെടുമ്പോൾ ഒരു സ്വരൂപത്തിൽ വരും. അത്രേ എന്നും വായിക്കുന്ന എനിക്കൊന്നും സാറേ ഇപ്പം മാത്രമേ അറിയാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയും ദിവസവും ഞാൻ ഇന്നും വായിക്കുന്ന ഇന്നില്ല. സാറ് ഇപ്പം പറയുമ്പോഴത്തേക്ക് ക്ലീനായിട്ട് മനസ്സിലാകും. ഇന്നാണ് ശരിക്കത് ഉള്ളിലേക്ക് എത്തിയത്. അത് കിട്ടാൻ അനുഗ്രഹിച്ച് നന്നായി. അത് മതി, അതാ വേണ്ടേ. കുറ്റത്താൻ അഞ്ച് മാത്രം അല്ലെ. നമ്മളെയൊക്കെ പറഞ്ഞ ഉള്ളിൽ എത്തിക്കഴിയുമ്പോ അറിയാതെ കണ്ണുനീര് വരും. വാക്കുകളതും ഇങ്ങനെ ശബ്ദം ആ ഒരവസ്ഥ തന്നെ വരും. അനുഭവിക്കണം. എന്തായാലും സ്വാമിയെ പറഞ്ഞവരൊക്കെ ഇന്നത്തെ വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് സംബന്ധിക്കാം. അടുത്ത ശ്ലോകത്തിൽ നിന്ന് സമയമില്ലല്ലോ, എടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഒരു അരമണിക്കൂറെങ്കിലും വേണം ഒരു ശ്ലോകം തീരാൻ. പിന്നെ നമ്മുടെ സമയമല്ല. ഇന്നിവിടെ സംഹരിക്കാം. സംശയങ്ങളൊക്കെ തീർന്നെങ്കിൽ ഇങ്ങനെ ഇത്തിരി പതുക്കെ പോയാൽ മതിയല്ലോ, കുഴപ്പമില്ല അല്ലേ? അതെ, ഇങ്ങനെ നമുക്ക്
ആസ്വദിച്ചു പോവാ, അല്ലാതെ കുറെ ശ്ലോകങ്ങൾ തീർന്നത് കൊണ്ട് മാത്രം ആയില്ലല്ലോ. ആയില്ലല്ലോ. ഇനി ഇത് മറക്കില്ല. ഇതിങ്ങനെ ഇത്രയും സമയം എടുത്ത് അതിനെ കുറിച്ച് സഞ്ചരിച്ചു പോയി അതിനെക്കുറിച്ചൊരു ആസ്വാദനം കൂടി ആയപ്പോൾ മറക്കില്ല. ഇങ്ങനെ ആത്മാവിലോട്ട്, കാരണം ഇത് കഴിഞ്ഞിട്ട് സാറിനോട് സംസാരിച്ചു കഴിയുമ്പോൾ അത് ആ ആത്മാവിലോട്ട് അത് അതെ, അതുകൂടെ വേണം. അപ്പോഴേ അത് പൂർണ്ണമാകും. ഈ ഒരു പാരസ്പര്യം വേണം. അത് ഇന്നത്തൂടെങ്കിലും ഇത്രയെങ്കിലും പറ്റിയ അത്രയുമായി. നേരിട്ടുള്ള സൗകര്യം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇതിൽ അത് ഉപയോഗിക്കാമല്ലോ. സത്യമായിട്ടും ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് മായയാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അല്ല, മായാപ്രപഞ്ചം നമ്മളെ ഒരുപാട് വലയ്ക്കുന്നുണ്ടെന്നുള്ളത്. അതിന് കുറേശ്ശെ മുക്തനാകാൻ ശ്രമിക്കണം എന്നുള്ളതാണല്ലോ വേണ്ടത്. മായയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ മാറാൻ പറ്റും. അതറിയാതെ പോകുന്നുണ്ടാ കുഴപ്പം. പലപ്പോഴും അറിയാതെ അതിനകപ്പെട്ടു പോകും. ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഈ ക്ലാസ് ഒക്കെ ചിലപ്പോ എനിക്ക് നഷ്ടമായി മിസ്സായി പോയേനെ. കണ്ടില്ല, നഷ്ടമായി പോയേനെ. പിന്നെ സംശയമുണ്ടോ? കാരണം എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ വരാൻ മിക്കവാറും. എന്തായാലും വരുന്നതെല്ലാം നല്ലതിനാണ്. ഈശ്വരൻ വരുത്തുന്നതെല്ലാം നല്ലതിനാണെന്ന് പറയുന്നത് ഇതാണ്. കോവിഡും നല്ലത് തന്നെ. നമുക്ക് ഇത്രയൊക്കെ ഒരു ഒത്തുകൂടാൻ പറ്റി. ഇങ്ങനെ മൊബൈൽ കൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ ഉപയോഗം ഇതാണ്. ഇന്നത്തെ സദ്യ കേമായി. അടുത്ത അവസാനം വിളമ്പിയ പ്രഥമനും കൂടെ ആയപ്പോഴ് പൂർണ്ണമായി. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കുടിക്കാം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതിനല്ലേ ജീവിക്കുന്നത് തന്നെ. ഭഗവാനെ, എന്നവിടെ സംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. നല്ലൊരു ക്ലാസ് മിസ് ചെയ്തു.